നമസ്കാരം, ജയറാമാണ്. എല്ലാവർക്കും ഒരു പുതുവർഷം നേരുന്നു. ഒപ്പം ഈ വരുന്ന ജനുവരി 10-ാം തീയതി തൃശ്ശൂർ പെരിങ്ങോട്ടുകരയിലുള്ള കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം നടക്കുകയാണ്. അന്നേ ദിവസം വൈകിട്ട് 8 മണിക്ക് ഭഗവാന്റെ മുമ്പിൽ പഞ്ചാരിമേളം അവതരിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ മറക്കരുത്, ജനുവരി 10-ാം തീയതി വൈകിട്ട് 8 മണിക്ക് വിഷ്ണുമായിയുടെ അനുഗ്രഹവും നേടി എൻ്റെ മേളവും കണ്ട് മടങ്ങിയാൽ ഒരുപാട് സന്തോഷം. എടത്തിരുത്തി സെന്റ് ആൻസ് വിദ്യാലയത്തിൽ വാർഷിക ആഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പും നൽകി. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു ഉദ്ഘാടനം ചെയ്തു. കാലത്തെ ചരിത്രങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടെയും പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടുള്ള ഒരു സ്കൂളായിരിക്കും, യാതൊരു സംശയവുമില്ല. അന്നൊരു വിഭാഗം ആൾക്കാർക്ക് മാത്രമേ പഠിക്കാൻ പറ്റുള്ളായിരുന്നു. പള്ളിക്കുടങ്ങൾ അവർക്ക് വേണ്ടി സ്ഥാപിച്ചതാണ്, വേദപാഠശാലകൾ അവർക്ക് വേണ്ടി സ്ഥാപിച്ചതായിരുന്നു. എങ്കിൽ ഇന്ന് ജാതിഭേദ വർണ്ണ വ്യത്യാസങ്ങളില്ലാതെ ആർക്കും കലാലയത്തിലേക്ക് കടന്നു വരാനും പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള അവസരമുള്ളൊരു നാടായി നമ്മുടെ നാട് മാറിയെങ്കിൽ നമ്മളെല്ലാം അഭിമാനത്തോടുകൂടി തന്നെ മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ നിങ്ങളുടെ കലാലയത്തിന് പേരുദോഷമുണ്ടാകുന്ന ഒരു പ്രവൃത്തിയും ഒരാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കാം. ചുറ്റുപാടും കേൾക്കുന്നതും ഞങ്ങൾ കാണുന്നതും ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതും എല്ലാം അതാണ്. CMC ഉദയ പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ മദർ ധന്യ CMC അധ്യക്ഷത വഹിച്ചു. എടത്തിരുത്തി കർമ്മല നാഥ ഫെറോന പള്ളി വികാരി ഡോക്ടർ പോളി പടയാട്ടി യാത്രയയപ്പ് സന്ദേശം നൽകി. ഫാദർ ജോൺ ഫ്രാൻസിസ് എലങ്കുന്നപ്പുഴ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഹൈസ്കൂൾ PTA പ്രസിഡന്റ് ജോമോൻ വലിയവീട്ടിൽ വിരമിക്കുന്ന അധ്യാപകർക്ക് സ്നേഹോപഹാരം നൽകി. UP വിഭാഗം PTA പ്രസിഡന്റ് സിജോ ആലപ്പാട്ട് എൻഡോമെന്റ് വിതരണം ചെയ്തു. അധ്യാപക പ്രതിനിധി ലയ ജോസ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, വാർഡ് മെമ്പർ MS നിഖിൽ, ഹൈസ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ലിസ് ജോ, സെന്റ് ആൻസ് UP സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ CM റിമി, അധ്യാപക പ്രതിനിധി ഹെറിൻ പൌലോസ്, വിദ്യാർത്ഥി പ്രതിനിധി ജൂലിയോ ജോജോ, VS നേഹ നസ്രിൻ എന്നിവർ സംസാരിച്ചു. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയ സമ്മാനങ്ങൾ CMC ഉദയ പ്രൊവിൻസ് വിദ്യാഭ്യാസ കൌൺസിലർ സിസ്റ്റർ മെരിയറ്റ് വിതരണം ചെയ്തു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഹൈസ്കൂൾ സോഷ്യൽ സയൻസ് വിഭാഗം അധ്യാപിക സിസ്റ്റർ സൂസി, ഹൈസ്കൂൾ രസതന്ത്രം അധ്യാപിക എലിസബത്ത് ഫ്രാൻസിസും മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു.